ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലെറ്റ്സ് ചാറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആർ.കെ. നാരായണൻ്റെ 15 years എന്നുള്ള ഒരു എസ്സേ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസും ബിഫോർ ഇൻഡിപെൻഡൻസും എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ എന്താണ്, ആ കാര്യങ്ങളൊക്കെ കുറച്ച് ഹ്യൂമറസ് ആയിട്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു പേഴ്സോണിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഒരു പേഴ്സണിൻ്റെ ഒരു രീതിക്ക്, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ അതിനൊരു വ്യക്തിയുടേതായിട്ടുള്ള രൂപവും ഭാവവും സംസാര രീതിയൊക്കെ കൊടുത്തുകൊണ്ട് ആണ് അദ്ദേഹം ഈ ഒരു എസ്സേയിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതിന് ഒത്തിരി ഒന്നും ഇൻട്രൊഡക്ഷൻ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ എസ്സേ ലൈൻ ബൈ ലൈനായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കുറേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ എസ്സേയിലോട്ട് പോകാം. 15 years. Language has become a profoundly embarrassing subject nowadays. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു എംബറാസിങ് ആയിട്ടുള്ള, നമുക്കൊരു നാണക്കേട്, ചമ്മൽ തോന്നുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ഈയിടെ മാറിയിട്ടുണ്ട്. ദ തോട്ട് ഓഫ് ഇറ്റ് ഗിവ്സ് എ പീസ് ലവിങ് സിറ്റിസൺ എ പെയിൻ ഇൻ ദ നെക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പീസ്, ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ലാംഗ്വേജ് എന്നുള്ള ടോപ്പിക്ക് മാറിയിട്ടുണ്ട്. ഐ മീൻ ഇറ്റ് വിത്ത് പെർട്ടിക്കുലർ റെഫറൻസ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലാംഗ്വേജ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ്. ആൻ ആവറേജ് സിറ്റിസൺ ടുഡേ ഇസ് ഇൻ ദ പൊസിഷൻ ഓഫ് അപ്രീഷിയേറ്റിംഗ് ദ ലാംഗ്വേജ് ബട്ട് നോട്ട് വാണ്ടിങ് ഇറ്റ്. ഒരു ആവറേജ്, ഒരു സാധാരണ സിറ്റിസൺ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ സാധാരണ സിറ്റിസൺസ് ഒക്കെ ഇപ്പോൾ എങ്ങനെയായിട്ടുണ്ട്, ലാംഗ്വേജിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് ആവശ്യമില്ല, അത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ലാംഗ്വേജ് വേണമെന്നുള്ളത്. വി ആർ നോട്ട് സോ ഫാർ ഫ്രം ദ ടൈം വെൻ പീപ്പിൾ യൂസ്ഡ് ടു സേ ആസ് എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ് ഹി സ്പീക്സ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹി സ്പീക്സ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്, അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ളത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമായിട്ട്, അല്ലെങ്കിൽ അത് എന്താ പറയുക, അതിനേക്കാൾ മേലെ അഭിമാനം ഉണ്ടാവുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളൊരു രീതിക്ക് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൻഡ് എ ബ്രൈഡ് ഹു കുഡ് റൈറ്റ് ഹെർ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹു കുഡ് ക്ലെയിം ടു ഹാവ് റീഡ് സ്കോഡ് ആൻഡ് ഡിക്കൻസ് വാസ് കൺസിഡേർഡ് ഫുള്ളി അക്കംപ്ലിഷ്ഡ്. അതേപോലെ തന്നെ ഒരു ബ്രൈഡ്, ഒരു വധുവിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവൾ എഴുതുന്ന ലെറ്റർ, ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതാനോ, അതേപോലെ തന്നെ എന്താണ് ഡിക്കൻസിൻ്റെ സ്കോഡ്, അതായത് റൈറ്റേഴ്സ്, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വരുന്ന സാഹിത്യകാരന്മാരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾ ഒരു വധുവായി തിരഞ്ഞെടുക്കാൻ അത്രയും എന്താ പറയുക പ്രാപ്തിയുള്ള, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമായിരുന്നു. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാമെന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇൻ ദ മാറ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ടു എ യങ് മാൻ ഹു കുഡ് ഡ്രാഫ്റ്റ് ആൻ ഇംഗ്ലീഷ് ലെറ്റർ വിത്ത് ease and confidence stood a better chance of being employed than the one who has provision only in his regional language. ഇപ്പോൾ ജോലിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലൊരു കത്ത് എഴുതാനോ അത് ഡീൽ ചെയ്യാനൊക്കെ അറിയുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രാദേശിക ഭാഷ മാത്രം അറിയുന്ന ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരുന്നു. And there were people who didn't know English and who said with a sigh, if I had only learned English I would have conquered the world. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെന്താ പറയാറ്, എനിക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ കീഴടക്കിയേനെ എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് മേ നോട്ട് ബി എ വെരി കംഫർട്ടബിൾ മെമ്മറി ഫോർ എനി വൺ നൗ, ബട്ട് ഇറ്റ് വുഡ് ബി forced to pretend that such values did not exist at one time. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും ആർക്കും അത്ര ഓർക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമൊന്നും അല്ല ഇപ്പോൾ. However, various causes, practical, political, etc. have demanded the abolition of English from our midst. അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പല റീസൺസ് കൊണ്ട്, കാരണങ്ങൾ കൊണ്ട് ഇപ്പം നമ്മൾ എന്തായിട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അബോളിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണം, ഇല്ലാണ്ടാക്കണം എന്നൊരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് മാറിയിട്ടുണ്ട്. It is almost a matter of national property and prestige now to declare one's aversion to this language and to cry for its abolition. അപ്പോൾ ഇതൊരു നാഷണൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ അതിനോടുള്ള വെറുപ്പ് എന്നൊക്കെ പറയുന്നത് നാഷണൽ ലെവലിൽ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ബട്ട് ദ ലാംഗ്വേജ് ആസ് എ സൈറൻ ലൈക്ക് ചാം ആൻഡ് ലോട്ട് ഓഫ് പെർസിസ്റ്റൻസ് ആൻഡ് comes up again and demands, what have I done that you hate me so much. അപ്പോൾ പറയാണ്, അതായത് എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരു എന്താ പറയുക, ഒരു സൈറൺ ലൈക്ക് ചാം, ഒരു സൈറണിൻ്റെ പോലെ അത്രയും ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ചാം, ഒരു ഭംഗിയും അതേപോലെ തന്നെ എന്താണ് ആ ഒരു ഉത്സാഹവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലാംഗ്വേജാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു പേഴ്സോണിഫിക്കേഷൻ കൊടുക്കുകയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്, ഒരു വ്യക്തിയുടെ ഒരു പരിവേഷം കൊടുത്തുകൊണ്ടാണ് ഇനി സംസാരിക്കുന്നത്.
അപ്പോൾ എന്താണ് അതിലൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. വാട്ട് ഹാവ് ഐ ഡൺ ദാറ്റ് യു ഹേറ്റ് മീ സോ മച്ച്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ വെറുക്കണത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ചോദിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്തിട്ടാണ് എന്നോടൊക്കെ ഇത്ര വെറുപ്പ് എന്ന് ചോദിക്കുകയാണ്. ദ ജഡ്ജ് ഡസ് നോട്ട് ലിഫ്റ്റ് അപ്പ് ഹിസ് ഹെഡ് ഫോർ ഫിയർ ദാറ്റ് ഹി മൈറ്റ് വീക്കൻ. അത് ചോദിക്കുന്നത് ഒരു ജഡ്ജിൻ്റെ അടുത്താണ്. അപ്പോൾ ആ ജഡ്ജ് എന്ത് ചെയ്യുന്നില്ല, അതിന് മറുപടി പറയാം, ഞാൻ വീക്കായി പോയാലോ എന്ന് പേടിച്ചിട്ട് ആൾ തല പൊക്കുന്നു പോലും ഇല്ല. ഹി അസ്യൂംസ് ദ ഗ്രഫസ്റ്റ് ടോൺ പോസിബിൾ ആൻഡ് സേസ്. എന്നിട്ട് ആൾ മാക്സിമം, ആ ഒരു ജഡ്ജ് മാക്സിമം എന്താ പറയുക, ഒരു ഉറച്ച ഒരു ശബ്ദം അല്ലെങ്കിൽ പരുക്കൻ സൗണ്ട് എന്ന് പറയില്ല നമ്മൾ, ഒരു പരുക്കൻ സൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ആളതിന് മറുപടി പറയുകയാണ്. യു ആർ ദ ലാംഗ്വേജ് ഓഫ് അവർ ഒപ്രസേഴ്സ്. നീ എന്താണ് ഞങ്ങളെ അടിച്ചമർത്തിയിട്ടുള്ള, നമുക്കറിയാം ബ്രിട്ടീഷുകാർ വൈറ്റ് പീപ്പിൾ നമ്മളെ അടിച്ചമർത്തിയിരുന്നും സ്വാതന്ത്ര്യം ലംഘിച്ച് എന്താ പറയുക നിരസിച്ചിരുന്നതൊക്കെ ആയിട്ടുള്ള കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കറിയാം. അപ്പം നീ ആരാണ്? ഞങ്ങളുടെ ഒപ്രസേഴ്സിൻ്റെ, ഞങ്ങളെ അടിച്ചമർത്തിയിരുന്ന ആ ഒരു കൂട്ടം ആളുകളുടെ ഭാഷയാണ്. ഇറ്റ് ഈസ് ത്രൂ യു ദാറ്റ് അവർ നാഷൻ വാസ് എൻസ്ലേവ്ഡ്. നിന്നിൽ കൂടെയാണ്, അത് ഇംഗ്ലീഷ് ലാംഗ്വേജിനോടാണ് കേട്ടോ ജഡ്ജ് പറയുന്നത്, നിന്നിൽ കൂടെയാണ് ഞങ്ങളെല്ലാവരും അടിമകളായി മാറിയത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ത്രൂ യു ദാറ്റ് ദ പീപ്പിൾ വർ ഡിവൈഡഡ്. നീ കാരണമാണ് ഞങ്ങളെല്ലാം വിഭജിക്കപ്പെട്ടത്, ഡിവൈഡ് ചെയ്യപ്പെട്ടത്. സോ ദാറ്റ് ദോസ് ഹൂ വർ മാസ്റ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് കുഡ് റൂൾ അതേഴ്സ് ഹൂ ഡിഡ്ന്റ് നോ ദ ലാംഗ്വേജ്. അങ്ങനെ നീ കാരണമാണ് ഇംഗ്ലീഷ് അറിയുന്ന നിന്റെ മാസ്റ്റേഴ്സ് ഇംഗ്ലീഷ് അറിയാത്ത ഞങ്ങളെ പോലെയുള്ള ആളുകളെ അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്നു. യുവർ അൺസൈഡസ് ഇൻഫ്ലുവൻസ് റോഡ് എ ക്ലീവേജ് ഇൻ അവർ മൈൻഡ് സെറ്റ്. അപ്പം നിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, നിന്റെ ഒരു വഞ്ചനാപരമായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറയണേ, ഞങ്ങളുടെ ഇടയിൽ ഒരു വിടവുണ്ടാക്കി, ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ തന്നെ ഒരു വേർതിരിവുണ്ടാക്കിയത് നിന്റെ സാന്നിധ്യമാണ് എന്നൊക്കെ എന്ത് ചെയ്യാൻ ജഡ്ജ് അങ്ങോട്ട് കുറ്റം ആരോപിക്കുകയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അടുത്ത്. യു സ്പീക്ക് വെരി ഗുഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരിച്ച് ജഡ്ജിനോട് പറയുകയാണ്, ഓ നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ. വെൽ ഐ വോണ്ട് ബി ഫ്ലാറ്റേഡ് ബൈ ഇറ്റ് സേസ് ദ ജഡ്ജ്. ശരി അതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ അതിലൊന്നും ഞാൻ വീണ് പോകാൻ പോകുന്നില്ല. നീ അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് എന്നെ പതപ്പിക്കാനും പുകഴ്ത്താനൊന്നും നോക്കണ്ട, അതിലൊന്നും ഞാൻ വീഴില്ല നമ്മുടെ ജഡ്ജ് പറഞ്ഞു. ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള വേയാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു ടോപ്പിക്ക് ആർ.കെ. നാരായൺ പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർക്കണം. സേസ് ദ ജഡ്ജ്, ഓൾ ഓഫ് us are masters of English, but that proves nothing. You are the language of those who were our political oppressors. We don't want you anymore in our midst. Please begone. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ജഡ്ജ് തിരിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നീ എന്ത് ചെയ്തിട്ടുണ്ട്? നീ എന്ന് പറയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്രസേഴ്സിനെ, ഞങ്ങളെ രാഷ്ട്രീയപരമായി അടിച്ചമർത്തിയ ആ ഒരു വിഭാഗത്തിൻ്റെ ഭാഷയാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്കിനി ഞങ്ങളുടെ ഇടയിൽ നിന്നെ യാതൊരു ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഇവിടെ നിന്ന് പോയി തരണം, ഞങ്ങൾക്ക് നിൻ്റെ യാതൊരു ആവശ്യമില്ല എന്നാണ് പറയണം. വേർ ഷാൾ ഐ ഗോ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എവിടെ പോകാനാണ്? ടു യുവർ ഓൺ കൺട്രി. അപ്പോൾ അദ്ദേഹം ജഡ്ജ് തിരിച്ചു പറയുകയാണ്, നിൻ്റെ സ്വന്തം കൺട്രിയിലേക്ക് തിരിച്ചു പോയിക്കോ. I'm afraid this is my country. I fear I will stay here. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ രാജ്യം തന്നെയാണ്, എൻ്റെ കൺട്രി തന്നെയാണ്. എനിക്ക് പേടിയാണ്, ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല, ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതാണ്. വാട്ട് എവർ മേ ബി ദ റാങ്ക് ആൻഡ് സ്റ്റാറ്റസ് യു മേ അസൈൻ മീ ആസ് എ ഫസ്റ്റ് ലാംഗ്വേജ് ഓർ ദ സെക്കൻഡ് ലാംഗ്വേജ് ഓർ ദ 1000. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാനം വേണമെങ്കിലും എനിക്ക് തന്നോളൂ, ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടോ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടോ, അല്ല അതിന് 1000th ലാംഗ്വേജ് ആയിട്ടോ, അല്ലെങ്കിൽ 1000 എന്താ പറയുക ഏറ്റവും ലാസ്റ്റ് വരുന്ന ലാംഗ്വേജ് ആയിട്ട് വേണമെങ്കിലും നിങ്ങളെ കൺസിഡർ ചെയ്തോളൂ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത് എന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുന്നത്. അതൊക്കെ കുറച്ച് വികാരഭരിതമായ രീതിയിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജഡ്ജിനോട് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കാം. യു മേ ബാനിഷ് മീ ഫ്രം ദ ക്ലാസ് റൂംസ്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ ക്ലാസ് റൂമുകളിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ബട്ട് ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് അതേഴ്സ് പ്ലേസസ് വേർ ഐ ക്യാൻ സ്റ്റേ. പക്ഷേ എനിക്കിപ്പോഴും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വേറെയും സ്ഥലങ്ങളുണ്ട്. ഐ ലവ് ദിസ് കൺട്രി എനിക്ക് ഈ കൺട്രി ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൺട്രീനെ കുറിച്ച് ഒരു 4 ലൈൻ അവർ പറയുകയാണ്. ഫുൾ മെനി എ ഗ്ലോറിയസ് മോർണിംഗ് ഹാവ് ഐ സീൻ. ഒരുപാട് ഗ്ലോറിയസ് ആയിട്ടുള്ള പ്രഭാതങ്ങൾ, ആ ഒരു നമ്മുടെ കൺട്രീനെ ഒന്ന് ഇങ്ങനെ പുകഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരുപാട് മോർണിംഗുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്ലാറ്റ് ദ മൗണ്ടെയിൻ ടോപ്സ്, സൊവേറിയനായ മൗണ്ടെയിൻ ടോപ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ കൺട്രി അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ജഡ്ജിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുന്നതാണ്. Listen with a golden face that meadows green gliding the pale streams with the heavenly alchemy. അപ്പോൾ ആ ഒരു സ്ട്രീംസിനെ കുറിച്ചും അതേപോലെ തന്നെ മെഡോസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആൾ പൊക്കിയിടിക്കുകയാണ്. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഷേക്സ്പിയർ പാസേജ്. അപ്പോൾ ജഡ്ജ് തിരിച്ചു പറയണം, അത് ഷേക്സ്പിയറിൻ്റെ ഒരു നല്ലൊരു പാസേജിലുള്ളതാണ്, അതൊന്നും ഇപ്പോൾ നീ ഇവിടെ ഇറക്കണ്ട. ഹവർ ഐ കനോട്ട് അലൗ ദ കോർട്ട്സ് ടൈം ടു ബി വേസ്റ്റഡ് ഇൻ ദിസ് മാനർ. അപ്പോൾ ഇതിലെന്താ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ കോടതിയുടെ സമയം കളയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. യു ഹാവ് എ നാക്ക് ഓഫ് ബിഗിൽഡിങ് ദ മൈൻഡ് വിത്ത് കൊട്ടേഷൻസ്.
നിനക്ക് ഇത്തരത്തിലുള്ള കൊട്ടേഷൻസ് കവിതകളുടെയും കാര്യങ്ങളുടെയൊക്കെ ലൈൻസൊക്കെ എടുത്തുകൊണ്ട് ആളുകളെ വഞ്ചനാപരമായിട്ട് ഇങ്ങനെ വീഴ്ത്താനുള്ള നല്ല കഴിവ് നിനക്കുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഐ ഫോർബിഡ് യു ടു കോട്ട് എനിത്തിങ് ഫ്രം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നിന്നെ വിലക്കാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ഒരു കോട്ടും എടുത്തുകൊണ്ട് ഇവിടെ വന്ന് നീ പറയണം എന്ന് പറഞ്ഞു, ഇവിടെ വന്ന് വിളമ്പണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ഒരു കാര്യവും നീ ഇവിടെ പറയാൻ പാടില്ല. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള എല്ലാ കോഡ്സും നീ പറയുന്നതിൽ നിന്നും ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിലക്കുകയാണ് എന്ന് ആര് പറയാണ്? നമ്മുടെ ജഡ്ജ് പറയണം. വൈ ആർ യു ഡെഡ് സെറ്റ് അഗൈൻസ്റ്റ് മീ സർ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? ഐ ഹാവ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു നോ വൈ യു ആർ ത്രോയിങ് മീ ഔട്ട്. അപ്പോൾ എനിക്ക് എന്തിനുള്ള അവകാശമാണ്? എൻ്റെ മൗലിക അവകാശമാണ്. എന്തുകൊണ്ടാണ് എന്നെ നിങ്ങൾ പുറത്തെറിയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വലിച്ചെറിയുന്നത്, പുറത്താക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോഴേ നമ്മൾ ജഡ്ജ് അങ്ങോട്ട് കയറി പറയാണ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് അപ്ലൈ യു. അത് നിനക്ക് ബാധകമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിനക്ക് ബാധകമല്ല. വൈ നോട്ട്? അതെന്താ എനിക്ക് ബാധകമല്ലാതെ? ബിക്കോസ് യു ആർ നോട്ട് ആൻ ഇന്ത്യൻ. കാരണം നീ ഇന്ത്യനല്ല. ഇന്ത്യക്കാർക്കാണല്ലോ ഇന്ത്യൻ ഭരണഘടന നിയമങ്ങൾ പാലിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നീ ഇന്ത്യക്കാരനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്ക് ഇത്തരത്തിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങളൊന്നും എടുത്ത് ഇവിടെ പറയേണ്ട, അതൊന്നും നിനക്ക് എന്താ പറയുക ബാധകമായിട്ടുള്ള കാര്യമല്ല. ഐ ആം മോർ ഇന്ത്യൻ ദാൻ യു ക്യാൻ എവർ ബി. ഞാൻ നിങ്ങളെക്കാട്ടിലൊക്കെയും കൂടുതൽ എന്താണ് ഒരു ഇന്ത്യൻ ആവാൻ അവകാശമുള്ള ആളാണ്. യു ആർ പ്രോബ്ലി 50, 60 or 70 years. നിങ്ങൾക്ക് ചിലപ്പോൾ ജഡ്ജിനോട് പറയണം, നിങ്ങൾ ചിലപ്പോൾ 50 or 60 or 70 years അത്രയും വയസ്സേ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവുള്ളൂ ഓഫ് ഏജ്. ബട്ട് ഐ ഹാവ് ആക്ച്വലി ബീൻ ഇൻ ദിസ് ലാൻഡ് ഫോർ 200 years. പക്ഷേ ഞാൻ ഈ ലാൻഡിൽ വന്നിട്ട് എന്താണ് 200 വർഷങ്ങളായി. അപ്പം നിങ്ങളെക്കാൾ പ്രായവും പക്വതയും മെച്യൂരിറ്റിയും ഈ ഒരു ലാൻഡിൽ അവകാശമൊക്കെ എനിക്കാണ് കൂടുതൽ എന്നാണ് ആര് പറയണം? ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയണം. വെൻ വി സെഡ് ക്വിറ്റ് ഇന്ത്യ വി മെന്റ് ടു അപ്ലൈ ടു ഇംഗ്ലീഷ്മെൻ ആസ് വെൽ ആസ് ദെയർ ലാംഗ്വേജ്. അപ്പോൾ ജഡ്ജ് പറയണം, ഞങ്ങൾ പണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ സമയത്ത് ഇംഗ്ലീഷ് ആളുകൾക്ക് മാത്രമല്ല അവരുടെ ലാംഗ്വേജിനെയും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. പുറത്തു പോവുക എന്നുള്ള മീനിങ്ങിലാണല്ലോ പറയണം. അപ്പോൾ അത് നിനക്കും ബാധകമാണ്. ആൻഡ് ദർ ഡസൻറ്റ് സീം ടു ബി മച്ച് പോയിന്റ് ഇൻ ടോളറേറ്റിംഗ് യു ഇൻ അവർ മിഡ്സ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഞങ്ങളുടെ ഇടയിൽ സഹിക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. യു ആർ ദ ലാംഗ്വേജ് ഓഫ് ദ ഇംപീരിയലിസ്റ്റ്, ദ റെഡ് ടേപ്പിസ്റ്റ്, ദ ഡയബോളിക്കൽ ലീഗലിസ്റ്റ്, ദ ലാംഗ്വേജ് വിച്ച് ഓൾവേസ് മീൻസ് ടു തിങ്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നീ എന്താണ് ഒരു ഇംപീരിയലിസ്റ്റുകളുടെ സാമ്രാജ്യത്വ മനോഭാവമുള്ള ഒരു വിഭാഗത്തിൻ്റെ ഭാഷയാണ്. അതേപോലെ തന്നെ എന്താണ് കർശന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സമ്പ്രദായത്തിൻ്റെ എന്താ പറയുക ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എന്താ ഡയബോളിക്കൽ ലീഗലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവിൾ ക്രൂവൽ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത്രയും ഈവിൾ ആയിട്ടുള്ള ടൈപ്പാണ് അത്. ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള നീയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല വേറെ എന്തുകൂടെ പറയുന്നുണ്ട്, മീൻസ് ടു തിങ്സ് അറ്റ് ദ സെയിം ടൈം. നിൻ്റെ ഒരു വാക്കിന് തന്നെ രണ്ട് മീനിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാമല്ലോ ചില ഇംഗ്ലീഷ് വേർഡ്സിന് രണ്ട് മീനിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത അത്രയും ഈവിൾ ആയിട്ടുള്ള അത്രയും എന്താ പറയുക ഇമ്പീരിയലിസ്റ്റുകളുടെ ഭാഷയായിട്ടുള്ള ഒരു ഭാഷയാണ് നീ. അപ്പോൾ അതുകൊണ്ട് നീ ഇനി ഞങ്ങളുടെ ഇടയിൽ നിൽക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ജഡ്ജ് പറയുന്നത്. I'm sorry, but red tape, parliament and courts have a practical purpose in having a language which can convey shades of meaning and not something outright. അപ്പോൾ അവർ പറയുന്നത് ശരിയാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരത്തിൽ എന്താ പറയുക ഒരു എന്താ പറയുക പാർലമെൻ്റ് ആണെന്നുണ്ടെങ്കിലും ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെയും ആ ഒരു കൺവേ ചെയ്യുമ്പോൾ പല ഷെയ്ഡ്സ് വന്നു എന്നൊക്കെ വരാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. ദിസ് റിമൈൻഡ്സ് മീ, ഹാവ് യു ഗോട്ട് ദ ക്രിമിനൽ ആൻഡ് സിവിൽ പ്രൊസീജിയർ കോഡ്സ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കൺട്രി നൗ. അപ്പോൾ ഇപ്പോഴത്തെ എന്താ പറയുക ലാംഗ്വേജ് കൺട്രിയുടെ ലാംഗ്വേജ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിമിനൽ പ്രൊസീജിയേഴ്സും സിവിൽ പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ആൻഡ് ഹാവ് യു സ്റ്റാൻഡർഡൈസ്ഡ് ദിസ് ലാംഗ്വേജ് ഓഫ് ദ കൺട്രി. അതേപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് കൺട്രിയിലത്തെ ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളെ നിങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടോ? I remember the case of humble author who got his English works translated into Hindi but later had to put away the manuscripts in cold storage. അത് പറയാണ്. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു പാവം പിടിച്ച ഒരു ഓഥർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹിന്ദിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആ ഒരു ബുക്കുകളൊക്കെ പിന്നീട് എടുത്തു വെക്കേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വരികയാണ്. അത് ആരും പിന്നെ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുന്നത്. അപ്പോൾ ജഡ്ജ് തിരിച്ചു ചോദിക്കേണ്ടത്, വൈ അതെന്താ അങ്ങനെ? He had the translations done by a pandit who appeared to him very good. അപ്പോൾ അദ്ദേഹം ആ ഇംഗ്ലീഷിൽ വാക്ക് എഴുതിയിട്ടുള്ള ആൾ പോയിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചെന്ന് കണ്ടത് ഒരു പണ്ഡിറ്റിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറിവിൽ ഈ ഒരു പണ്ഡിറ്റ് ലാംഗ്വേജിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് ഇയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ബുക്ക് കൊടുത്തത്. നോട്ട് ബീങ് വെരി പ്രൊഫിഷ്യൻറ്റ് ഇൻ ദ ലാംഗ്വേജ്, ദ ഓഥർ അക്സെപ്റ്റഡ് വാട്ട് ദ പണ്ഡിറ്റ് സെഡ് ആസ് ഗോസ്പൽ ട്രൂത്ത് ആൻഡ് തോട്ട് ദാറ്റ് ദ ട്രാൻസ്ലേഷൻസ് വർ അൺഇംപീച്ചബിൾ.
അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത ബുക്കിൽ ഹിന്ദി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണല്ലോ കൊടുത്തത്. അപ്പോൾ ഹിന്ദി ഭാഷയെക്കുറിച്ച് ഈ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള വ്യക്തിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണ്ഡിറ്റ് അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറ്റമറ്റതാണ്. പ്രത്യേകിച്ച് യാതൊരു മിസ്റ്റേക്കും അൺഇംപീച്ചബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റമറ്റാന്നുള്ള മീനിങ് ആണ്. ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത പക്ക ആയിട്ടുള്ള സാധനമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ബട്ട് വെൻ ഹി ഷോർ ദ മാനുസ്ക്രിപ്റ്റ്സ് അതേഴ്സ്, പക്ഷേ ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്ക് മറ്റുള്ളവരെ കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് മനസ്സിലാവണം. വൺ സെറ്റ് ഓഫ് പേഴ്സൺസ് കണ്ടംഡ് ഇറ്റ് ഫോർ ബീയിങ് ടു ഫുൾ ഓഫ് സാൻസ്ക്രിറ്റ് വേർഡ്സ്. അപ്പോൾ കുറേ ആളുകൾ ഇതിനെ കുറ്റം പറഞ്ഞത് എന്തായിരുന്നു, അതായത് ഇതിൽ ഒരുപാട് സാൻസ്ക്രിറ്റ് വേർഡ്സ് ഉണ്ട്. അതായത് ആക്ച്വലി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് കൊടുത്തത്, പക്ഷേ പണ്ഡിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ ഒരുപാട് ഭാഷകൾ മിക്സഡ് ആയിരുന്നു. അപ്പോൾ കുറേ ആളുകൾ പറയുകയാണ് ഇതിൽ ഒരുപാട് സാൻസ്ക്രിറ്റ് വേർഡ്സ് വരുന്നുണ്ട്. ആൻഡ് അനദർ സെറ്റ് കണ്ടംഡ് ഇറ്റ് ഫോർ ബീയിങ് ഫുൾ ഓഫ് ഉറുദു വേർഡ്സ്. കുറേ പേര് പറയുകയാണ് ഇത് ഫുള്ള് ഉറുദു വാക്കുകളാണെന്നാണ് അവർ പറയണം. നോട്ട് ബീയിങ് ഏബിൾ ടു ഡിസൈഡ് ദ ഇഷ്യൂ ഹിംസെൽഫ് ദ ഓതർ പുട്ട് ദ മാനുസ്ക്രിപ്റ്റ് ഔട്ട് ഓഫ് സൈറ്റ്. ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, അപ്പോൾ അത് പറയാൻ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാവാതെ ആ റൈറ്റർക്ക് എന്ത് ചെയ്യേണ്ടി വരികയാണ്, ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്ക് അങ്ങനെ എടുത്ത് വെക്കേണ്ടി വരികയാണ്. അതെവിടെയും യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. അത് മുഴുവനാക്കി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ജഡ്ജ് സമ്മതിക്കുന്നില്ല. യു നീഡ് നോട്ട് കൺസേൺ യുവർ സെൽഫ് വിത്ത് ദിസ് പ്രോബ്ലം, വി വാണ്ട് യു ടു ഗോ. അപ്പോൾ അദ്ദേഹം പറയണം ഇതൊന്നും നീ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം നീ ഇവിടെ നിന്ന് പോയി തരികയാണ്. യു പ്രോബബ്ലി പിക്ചർ മീ ആസ് എ ട്രൈഡ് ആൻഡ് ബെയറിംഗ് റൂൾ ബ്രിട്ടാനിയ, ബട്ട് ആക്ച്വലി ഐ ആം എ ഡിവോട്ടി ഓഫ് എ ഗോഡസ് സരസ്വതി. ഐ ഹാവ് ബീൻ ഹർ മോസ്റ്റ് സ്റ്റെഡ്ഫാസ്റ്റ് ഹാൻഡ് മെയ്ഡ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു എന്താ പറയുക ബ്രിട്ടാനിയയുടെ അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇതായി നിൽക്കുന്ന ആ ഒരു എന്താ പറയുക രീതിക്കാണ് നിങ്ങൾ എന്നെ കാണുന്നത്. പക്ഷേ ഞാൻ ശരിക്കും എന്താണ്, ഞാനൊരു സരസ്വതി ദേവിയുടെ ശരിക്കും ഒരു ഭക്തനാണ് ഞാൻ, അല്ലെങ്കിൽ ഭക്തയാണ് ഞാൻ. അപ്പോൾ ഞാനും ആ ഒരു ലാംഗ്വേജിലും നിങ്ങളുടെ സംസ്കാരത്തിലും കാര്യങ്ങളിലൊക്കെയും വിശ്വസിക്കുന്ന ഒരാളാണ്, അതിനൊക്കെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓൾ ദാറ്റ്, അതായത് നമ്മുടെ ലാംഗ്വേജിന് നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് അവിടെ സരസ്വതിയുടെ കേസൊക്കെ പറയുന്നത്. സരസ്വതിയുടെ ഭക്തയാണ് ഞാൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയണം. ഓൾ ദാറ്റ് ഈസ് ബിസൈഡ് ദ പോയിന്റ്. അപ്പോൾ അതൊക്കെ നമ്മളതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. Even if you come in a saree with kumkum on your forehead, we are going to see that you are deported. അപ്പോൾ പറയുകയാണ് ഇത്തരത്തിൽ എന്താ പറയുക, നീ ഇപ്പോൾ വേണമെങ്കിൽ രൂപം മാറിയിട്ട് സാരിയൊക്കെ കൊടുത്ത് ഒരു കുങ്കുമൊക്കെ തൊട്ട് നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ്റെ ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് കാര്യമില്ല, അതുകൊണ്ട് നീ സരസ്വതീനൊന്നും ഇപ്പോൾ ഇതിലോട്ട് വലിച്ചിടണ്ട എന്നാണ് ആൾ പറയണം. ദാറ്റ് മോസ്റ്റ് വി ഷോൾ അലൗ യു വിൽ ബി അനദർ 15 years. അപ്പോൾ ജഡ്ജ് വേണമെങ്കിൽ നിനക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 വർഷം കൂടി ഞാൻ ടൈം തരാം, അതിൻ്റെ ഉള്ളിൽ നീ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് പോയി ഇരിക്കണം എന്നാണ് പറയണം. 15 years from what time? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരിച്ചു ചോദിക്കുകയാണ്. 15 years ഒക്കെ ശരിയാണ്, പക്ഷേ അത് ഏത് മുതലൊക്കെ ഞാൻ കൗണ്ട് ചെയ്യണം എന്നാണ് ചോദിക്കണം. അപ്പോൾ ഓൾറെഡി 200-300 വർഷങ്ങൾക്ക് മുൻപേ വന്ന ഒരാളോടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അടുത്താണ് ഈ 15 വർഷത്തിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചോദിക്കുകയാണ് ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള 15 ഞാൻ എണ്ണണോ അതോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എണ്ണണം, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊരു ഒരു ആക്ഷേപഹാസ്യ രൂപത്തിലാണ് അവരോട് ചോദിക്കുന്നത്. asked the English language, at which the judge felt so confused that he ordered. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾക്ക് ജഡ്ജിനാകെ കൺഫ്യൂഷൻ ആവണം. അപ്പോൾ ജഡ്ജ് ഓർഡർ ചെയ്യണം, ഐ വിൽ നോട്ട് അലൗ എനി മോർ ഡിസ്കഷൻ ഓൺ ദിസ് സബ്ജക്ട് ആൻഡ് റോസ് ഫോർ ദ ഡേ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മേലിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ മേലിൽ ഇനി ഒരു ഡിസ്കഷനും ഞാനൊരു ചർച്ചയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ എസ്സേയിൽ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, പണ്ടത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, ആളുകൾ മുന്നേ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കണ്ടിരുന്നതാണ്, ഇപ്പോൾ അതിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാട്രിയോട്ടിസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിൽ കൂടെ കുറച്ച് ഹ്യൂമറസ് കൂടെ മിക്സ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. താങ്ക്